ഹായ്. അപ്പോൾ ഈ ഹലാൽ ഫുഡ് മാത്രം കഴിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തായ്ലൻഡിൽ വരുമ്പോൾ ഹലാൽ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നതായിട്ട് പൊതുവേ കാണാറുണ്ട്. അതായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു യമനി ഫുഡാണ്, which is 100% halal. So welcome to Bangkok Food Series episode number 3, wherein I'm introducing Bab Al Yemen restaurant in Bangkok. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ബാങ്കോക്കിലെ ബാബൽ യമൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാങ്കോക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു അറബിക് ക്യൂസിൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദി ഓപ്ഷൻ ഫോർ ഇറ്റ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ സീറ്റിങ്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ കടകൾ കാണാം. അതായത് ഈ അറബിക് പ്രൊഡക്ട്സ് ലൈക്ക് പെർഫ്യൂംസ് ഒക്കെ സെൽ ചെയ്യുന്ന ചെറിയ ചെറിയ ഷോപ്സ് കാണാം. ലിറ്ററലി ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയ എഫക്റ്റാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമൽ ടേബിൾ ചെയർ സീറ്റിങ്ങും ഉണ്ട്. അതല്ലാതെ ടിപ്പിക്കൽ അറബിക് സ്റ്റൈൽ ഡൈനിങ്, അതായത് ഇങ്ങനെ താഴേക്ക് ഇരുന്നിട്ട് കഴിക്കുന്ന പോലത്തെ സെറ്റപ്പും ഉണ്ട്. അതിന് കറക്റ്റ് എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവർ ആദ്യം തന്നെ നമുക്ക് മട്ടൺ സൂപ്പ് സെർവ് ചെയ്യും കോംപ്ലിമെൻ്ററി ആയിട്ട്. അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റിൽ ഇച്ചിരി വെജീസും സാൽസയും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത 3-4 ഡിഷസിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫറ്റൂഷി എന്ന് പറയുന്ന ഇവരുടെ ഒരു സാലഡാണ്. അതിനകത്ത് കുറച്ച് വെജീസും അതിൻ്റെ മുകളിൽ എന്തോ കുറച്ച് സോസസും പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഹുബൂസ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു ആപ്പറ്റൈസർ പ്ലേറ്റ് വാങ്ങിച്ചു. അതിനകത്ത് 4 ഡിപ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഹമ്മൂസ്, പിന്നെ ബാബ ഗുനേഷ്, മുഹമ്മറ ആൻഡ് മുത്തബൽ. ഇതെല്ലാം കൂടെ ഒറ്റ പ്ലേറ്റിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ആപ്പറ്റൈസർ ഡിപ്പായിരുന്നു. അത് കൊള്ളായിരുന്നു. പിന്നെ ഒരു മന്തി റൈസ് പോലെ ഒരു ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ പേര് മസ്ബി ചിക്കൻ എന്നാണ്. അതൊരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ ഒരു റൊട്ടി വാങ്ങിച്ചു അവിടുത്തെ. അത് നല്ല വലിയ സൈസ് റൊട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും വാങ്ങിച്ച ഈ ഫുഡ് 2 ആൾക്ക് കഴിക്കാനായിട്ട് ആക്ച്വലി കുറച്ച് ഓവർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ബാക്കി ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ പ്രൈസ് ഇത്രയും ഫുഡ് എല്ലാം കൂടെ 1500 തായ് ബാട്ടായി കേട്ടോ. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഡ്രിങ്ക്സ് ആയിട്ട് ഒരു കോക്ക് സീറോയും പിന്നെ ഒരു അവക്കാഡോ സ്മൂത്തിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആ പറഞ്ഞ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ്.